പുതിയ വീട്ടിലേക്ക് പോകണ്ടേ, കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. സാർ മാത്രമുള്ള അവിടെ. അപ്പൊ ഉമ്മയുടെ ഒരു കാര്യത്തോട് ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണോ ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയോട് പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. ഉമ്മയ്ക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്വാനുമായിട്ടുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ യാദൃച്ഛികമായിട്ട് ഈ അഫ്വാൻ ചുറ്റുക മേടിച്ച കടയുടെ ഫ്രണ്ടിൽ നിന്ന് റഹീം ഈ അഫ്വാനെ കാണുകയുണ്ടായി. അതായത് പോലീസ് ജീപ്പിനകത്ത് ഇരിക്കുമായിരുന്നു. പക്ഷേ റഹീമിന് അത്രയും കാണണമെന്നുള്ള ഒരു താല്പര്യമൊന്നുമില്ല. കാരണം ഇനി തൻ്റെ മകൻ ജീവനോടെ ഇല്ലെന്ന് തന്നെയാണ് ആള് കരുതിയിരിക്കുന്നത്. ഇളയ മകനോടൊപ്പം മരിച്ചത് തന്നെയാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ വെട്ടിലായിരിക്കുന്നത് അദ്ദേഹമാണ്. കാരണം വെച്ചാൽ ഇവര് ഇത്രയും നാളായിട്ട് ഈ ഷെമി ചതിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്, വേറൊന്നുമല്ല. സ്വന്തം ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മളോട് എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. കാരണം ഇത്രയും കടം വരുത്തി വെച്ചിട്ട് പോലും ഒരു കാര്യം പോലും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ സൗദിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് മാസം തോറും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഫർസാനയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് മാലയ്ക്ക് കൊടുക്കുന്നുണ്ട്, അത് കൊടുത്തിട്ടില്ല. പിന്നെ അല്ലാണ്ട് ബാങ്കിൽ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്, അതൊന്നും അടയ്ക്കാണ്ട് ഈ കാശൊക്കെ എന്ത് ചെയ്തു? ഇതാണ് ഇനി പോലീസിന് അറിയേണ്ടത്. കാരണം കടം മേടിച്ച് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് എന്തായാലും അറിഞ്ഞേ പറ്റും. അത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ? എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കില. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. ഇളയ മകനെ കൊന്നെന്ന് പറഞ്ഞിട്ട് പോലും ആ മാതാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അഫാനെ, ഇത്രയും 5 പേര് കൊന്ന ഈ അഫാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? അപ്പൊ ഇന്നലത്തെ ആ ഒരു ന്യൂസിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കട്ടിലിൽ നിന്ന് വീഴുന്നതാണ്, എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചതല്ല എന്നാണ് അഫാന്റെ മാതാവ് ഷെമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റഹീം ചോദിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഷെമി എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും, സകല കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഉമ്മ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഷോള് കഴുത്തി കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷമാണ് ചുറ്റിക എന്തോ വെച്ച് അടിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ചുറ്റിക തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ അഫാന്റെ കൂട്ടുകാരൻ ആരോ ഒരാൾ വണ്ടിയിൽ നിന്ന് വീണ് തല പൊട്ടിയാണ് മരിച്ചത്. അപ്പം ഈ തല ഇങ്ങനെ ഇടിച്ച് മരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മരിക്കുന്ന അയാൾക്ക് പിടിയിട്ട്. പക്ഷെ അതല്ല അവിടുത്തെ കാര്യം, പെട്ടെന്ന് മരിക്കുന്നില്ല. ഈ ചുറ്റിക കൊണ്ട് അടിച്ചിട്ട് ഈ മുഖം എന്തിനാണ് ഈ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തികളുടെ മുഖം ഇത്രയും വികൃതമാക്കി എന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അയാൾക്ക് കൊല്ലണമെങ്കിൽ ഒരു ഒറ്റ തട്ടുമുട്ടിന് അയാൾക്ക് കൊല്ലാം. പക്ഷേ ഇത് അതുപോരാഞ്ഞിട്ട് ഇവരുടെ എല്ലാവരും സ്വന്തം അനിയന്റെയും ഫർസാനിന്റെയൊക്കെ മുഖം വികൃതമാക്കിയിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു സൈക്കോ ക്രൈം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം സാധാരണ ഒരു വിഷം കൊടുത്തോ അങ്ങനെയൊന്നും അല്ല അയാൾ കൊന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതി തന്നെയാണ് കൊന്നിരിക്കുന്നത്. ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അടുത്ത ആൾക്കാരെ കൊല്ലാൻ. എന്തിനാണ് പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, കടം കൊടുത്ത് എല്ലാവരും കാശ് തിരിച്ച് ചോദിക്കണ്ട. അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ തിരിച്ച് ചോദിക്കും. അപ്പൊ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും, എടാ നിനക്കൊരു ജോലിക്ക് പോയിക്കൂടെ, നീ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, നിനക്ക് ജോലിക്ക് പോയിരുന്നെങ്കിൽ ആ പൈസ കൊണ്ട് എല്ലാം കടം തീർത്തൂടെ എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിച്ചു. അപ്പൊ അവരോടൊക്കെ ഉള്ള ഈ ദേഷ്യമായിരിക്കാം ഈ ഒരു വ്യക്തിയെ. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു രീതി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും സ്വന്തം അനിയനെ പോലും സ്നേഹിച്ച പെണ്ണിനെ പോലും കൊല്ലാനുള്ള ആ ഒരു തീരുമാനം എടുക്കേണ്ട അത്രയ്ക്ക് ദുഷിച്ച മനസ്സായിരുന്നു ഈ അഫാൻ്റെത്. അഫാന്റെ ഉപ്പയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടാലും നമുക്ക് സഹിക്കത്തില്ല. കാരണം ഇപ്പൊ കുറച്ച് പേര് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വീട് വെച്ച് കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അഫാൻ കാരണമാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ആ വീട്ടിനകത്തോട്ട് കയറാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തില്ല. അദ്ദേഹത്തിന് ആ വീട്ടിന് അവിടെ കയറുമ്പോഴേ അദ്ദേഹത്തിന്റെ മകന്റെ ഓർമ്മ എല്ലാം ആ വീട്ടിനകത്ത് തങ്ങി നിൽപ്പുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഉമ്മ
ആ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ആ ഉമ്മയുടെ ഓർമ്മ തങ്ങി നിൽക്കണ്ട. അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്ക് ഈ അഫാൻ ചെയ്ത് എന്തുമാത്രം വലിയ ദ്രോഹം. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേക്കാം. 1-2 പേരല്ല, 5 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. എന്തായാലും ഷെമിയുടെ വായിൽ നിന്ന് ഒരു നിർണായക തെളിവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ 6 പേരിലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ളത് ഇപ്പം ഷെമി മാത്രമേ ഉള്ളൂ. ഷെമിയാണ് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ദൈവം ഒരു തെളിവ് മാറ്റി വെക്കുമെന്ന് പറയുന്നിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഷെമിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷെമി ഇങ്ങനെ പറയാൻ കാരണം ഇനി എന്തായിരിക്കും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നെങ്കിൽ ഷെമി സത്യം പറഞ്ഞില്ല എങ്കിൽ ഷെമിയെ കൂടി കൂട്ടിപ്രതിയാക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ എന്തായാലും മകൻ ഇനി വേണ്ടല്ലോ, വീട് കിട്ടുമല്ലോ. എന്തായാലും പഴയ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല, ബന്ധുക്കളുടെ വീട്ടിലോട്ടും കയറ്റത്തില്ല. അപ്പം വീട് വെച്ച് കൊടുക്കുന്നതിന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സന്തോഷമുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കണമെന്നാണ് എൻ്റെ താല്പര്യം. കാരണം വെച്ചാൽ ഇവരുടെ പേരിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവർ അഫാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം കൂടെ ഇരുന്നിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നതിന് തുല്യമാണ് ആ വ്യക്തി ഇത്രയും നാൾ കാണിച്ചത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതി ചേർക്കേണ്ട ആള് ഈ ഷെമി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. ഇവരുടെ അസുഖം കുറഞ്ഞാൽ ഇവരെയും പ്രതി ചേർക്കേണ്ട കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇവരാണ് മകൻ ഇത്രയും വളർത്തി വഷളാക്കിയതും മകൻ ഇങ്ങനെ പൈസ മേടിച്ച് ദൂർത്തടിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതും സ്വന്തം ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാത്ത ഈ ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മിക്കതും അറിയാം. ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഇത് അത്രയും നടന്നിട്ടുള്ളത്. എന്താ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ റഹീമിന് സംഭവിച്ചത്. ഇതുപോലൊരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ ഒരു അവസ്ഥ വരുത്തരുതേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. ഓരോ ദിവസവും പലിശയ്ക്ക് ആൾ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ചോദിക്കുന്ന കാശിന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് എടുത്തൊരു വലിയൊരു വഴിയാണ് ഈ കൊല്ലുക എന്ന് വെച്ചാൽ കൊല്ലുക. കാരണം വെട്ടൊന്ന് തുണ്ട് രണ്ട്. കാരണം ഇനി ആരൊക്കെ ചോദിക്കാൻ വന്നാലും അയാളെ കണ്ട് ചിരിച്ചിരുന്നാലും അയാളെ കൊല്ലുക. അതാണ് ഇപ്പം ഈ അഫാൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ ഏറ്റവും വലിയൊരു വൃത്തികെട്ടൊരു സ്വഭാവമായിരുന്നത്. അങ്ങനെയാണ് ഇത് കൂട്ടി നേരത്തെ ഇനിയിപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ നടക്കത്തില്ല. അഫാൻ നടക്കുമായിരിക്കാം, പക്ഷെ ഈ ഒരു രീതിയിൽ ആൾ വഴിമാറി പോകത്തില്ല. കാരണം പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഈ ഇടയ്ക്ക് നിന്നാണ് ഇങ്ങനെ ഇത്രയും ആഡംബരമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പോലും അത്രയും അറിയത്തില്ല. കാരണം അദ്ദേഹം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ കിടന്ന് മകൻ കാണിക്കുന്നതാണെങ്കിൽ അതിനെക്കാട്ടിലപ്പുറം മകനും ഭാര്യയും കൂടി ആ ഇളയ കുട്ടിയെ പോലും വെറുതെ വിട്ടില്ല. അതിനെ പോലും അത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടായിരിക്കും. ഇക്കാന്ന് വിളിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ ഇക്കാന്ന് പറഞ്ഞിട്ട്. ആ ഫർസാൻ എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന പെണ്ണ് എന്ത് വിശ്വാസത്തിലായിരിക്കും കൂടെ ഇറങ്ങിപ്പോയത്. എന്നിട്ട് പോലും ഒരു മയമില്ലാത്തൊരു ക്യാരക്ടറിൽ അയാൾ കാണിച്ചിട്ടുണ്ട്. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. തെളിവുകളെല്ലാം അയാൾക്കുണ്ട്. ഇനി അയാൾക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നും സത്യം പറഞ്ഞില്ല. ഇയാൾക്കുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. കാരണം ഇപ്പം റഹീമും പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ മകനാണെന്ന് നോക്കണ്ട, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഒരു നിർണായക തെളിവ് തന്നെയാണ് ഷെമിയുടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനിയും കുറേ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാശുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചത്, ഈ കാശൊക്കെ എവിടെ പോയി, ഈ റഹീം അയച്ച കാശ് എവിടെ പോയി, ഇവർ ലോൺ എടുത്ത കാശിൻ്റെ ബാക്കി എവിടെ പോയി എന്നൊക്കെ ഇനി പോലീസാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ഈ ഷെമിയുടെ നിന്ന് മാത്രമേ ഇനി അതിനുള്ള ആൻസർ കിട്ടത്തുള്ളൂ. അപ്പം എന്തായാലും ഇപ്പം മാതൃസ്നേഹം കുറച്ച് കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അതിശയം തോന്നുവാണ്, സ്വന്തം ഇളയ മകനെയും ബാക്കി 4 പേരെയും കൊന്നിട്ടും ഒരു ഇതുമില്ലാണ്ട് അവരിപ്പോഴും സംരക്ഷിക്കുന്നു എന്നുള്ള ആ രീതിയാണ് ഞാൻ യാദൃച്ഛികമായിട്ട് ചിന്തിക്കുന്നത്.